ആൻഡ് വെൽക്കം ബാക്ക്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് കുക്കു പി ജെ അവരുടെ വീടിൻ്റെ താമസമായിരുന്നു. ഞങ്ങൾ അവിടെ പോയിട്ട് വന്നു, അടിച്ചു പൊളിച്ചു. അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ് ഞാൻ ഇടുന്നത്. ഇറ്റ്സ് ജസ്റ്റ് എ ഫൺ വ്ളോഗ്. എന്തിന് അവരുടെ ഒരു മൈൽ സ്റ്റോൺ അവർ ക്രോസ് ചെയ്തു, അപ്പം എനിക്കത് വ്ളോഗ് ചെയ്യാൻ തോന്നി. അങ്ങനെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ ഓരോരോ ചെറിയ ചെറിയ മൈൽ സ്റ്റോൺസ്, ഞങ്ങളുടെ ചെറിയ ചെറിയ മൈൽ സ്റ്റോൺ, ഞങ്ങളുടെ ചെറിയ ചെറിയ ഹാപ്പിനെസ്, ഹാപ്പി മൂമെൻറ്റ്സ് എല്ലാം ക്യാപ്ചർ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ എനിക്ക് ഈ ഒരു ഡേ ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. ആൻഡ് വൈ നോട്ട് വ്ളോഗ് ഇറ്റ് അല്ലേ? അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കുട്ടി വ്ളോഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ആംസ്റ്റർഡാമിൽ വന്നതിന് ശേഷം ഞാൻ കുറേ പരിപാടികൾ കൂടിയിട്ടുണ്ടെങ്കിലും എന്തോ ഈ ഒരു പരിപാടി കൂടാൻ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ച ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. എന്തിന് ഒത്തിരി ആഗ്രഹിച്ച് നമുക്ക് മനസ്സിനോട് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു വീടെന്ന് വെച്ചാൽ അത് ഭയങ്കര ചുരുക്കമാണ്. നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അവിടെ ഇവിടെ ആയിട്ട്. പക്ഷേ ഈ ഒരു വീട് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളൊരു വീട് ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, നമ്മൾ ആ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ പോകുന്നത്. അപ്പം നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വീട് കിട്ടുമ്പോഴത്തേക്കുള്ള സന്തോഷം അതൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവരുടെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്തായാലും നമ്മളൊരു ചെറിയ രീതിയിൽ ഹൗസ് വാമിംഗ് ഒക്കെ അല്ലേ, അപ്പം അച്ഛൻ വന്ന് വീട് വെഞ്ചരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ഒരു നാട്ടിൽ കണ്ടു വളർന്ന ഒരു ശീലമായതുകൊണ്ട് നമ്മൾ ഇവിടെയും അതേപോലെ തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുക്കുയുടെ അമ്മ അച്ഛനൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കുറവില്ലായിരുന്നു. നാട്ടിൽ നിന്ന് ആര് വന്നാലും എനിക്ക് തോന്നുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഫുഡ് എന്തുണ്ടാക്കണം, എത്ര ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം, അതെല്ലാം അങ്ങ് മറന്നേക്കണം. എന്തിനാ അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ പിന്നെ അവരത് നോക്കി അടിപൊളി ഫുഡൊക്കെ റെഡി ആക്കി സെറ്റാക്കി വെക്കും. ഞാൻ കുക്കുയുടെ അച്ഛനും അമ്മേനെയും കാര്യം പറഞ്ഞു. പക്ഷേ അവരുടെ കൂടെ തന്നെ കുക്കുയുടെ ചേട്ടനും ചേച്ചിയും അവർ UK നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഹൗസ് വാമിംഗ് കൂടാൻ. പ്ലസ് കുക്കും പി ജെ ഇവിടെ പരിചയപ്പെട്ട 2 പേരുണ്ട്, ജോസ് ആൻഡ് താര, അവരും ഉണ്ടായിരുന്നു. ഈവൻ ദോ നമ്മൾ ഫസ്റ്റ് ടൈം കാണുമായിരുന്നു, ബട്ട് ഇറ്റ് വാസ് സോ കംഫർട്ടബിൾ. അവർ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മുടെ കൂട്ടത്തിൽ മിങ്കിളായിട്ട് നമ്മൾ കുറേ അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്തു. ആൻഡ് താര അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടും. അതും ഞാൻ നമ്മുടെ പ്രാർത്ഥനയുടെ ഇടയ്ക്കാണ് ഞാനത് കേട്ടപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത്. ആദ്യം എല്ലാവരും ചോദിച്ചു ആർക്കെങ്കിലും പാട്ട് അറിയാമെന്ന്. ഞാൻ എനിക്കറിയാവുന്ന വെച്ചോടൊക്കെയാണ് പറഞ്ഞു, പക്ഷേ എനിക്ക് ശരിക്കും അറിയത്തൊന്നുമില്ല. നമ്മളെല്ലാത്തിനും യെസ് അങ്ങ് വെച്ചേക്കണം ആദ്യം തന്നെ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ നിഗമിക്കുന്നവൻ ഒരിക്കലും മനസ്സിലാക്കി ഈ ഭവനത്തിന്റെ പ്രകാശവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ പുരുഷന്റെ അടയാളത്താൽ മുദ്രയിടപ്പെടുന്ന ഈ ഭവനം പ്രത്യേകമായി കാത്തുപരിപാലിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാ അനർത്ഥങ്ങളും എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും ഈ ഭവനത്തിൽ നിന്നും ഇവിടെ താമസിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു വീട് നിങ്ങൾക്ക് കിട്ടി. അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. നിങ്ങളെ ആദ്യമായിട്ട് എല്ലാവിധ അനുമോദനങ്ങളും നൽകുന്നു. അതുപോലെ തന്നെ പുതിയ ഒരു ജീവിതം, പുതിയൊരു വീട്ടിൽ ദൈവം നൽകി അനുഗ്രഹിക്കുന്ന പ്രശ്നമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥന വെഞ്ചരിപ്പ് കഴിഞ്ഞു. ഇപ്പം പാല് കാച്ചലിന് വേണ്ടി എല്ലാവരും അടുക്കളയിലോട്ട് വന്നു. എല്ലായിടത്തും എങ്ങനെയാണ്, ഞാൻ പൊതുവെ നാട്ടിലൊക്കെ കണ്ടിരിക്കുന്ന പാല് തിളച്ച് താഴോട്ട് വീഴുന്നതാണ്. ചിലരിപ്പം ഇങ്ങനെ ഇലക്ട്രിക് സ്റ്റവ് ആകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ വീഴ്ത്തണ്ട, പിന്നെ അവിടെ കറ പോലെ ആവും, പിന്നെ അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വെച്ചോണ്ട്. പക്ഷേ മുക്കാൽ പേരും പറഞ്ഞു വീഴ്ത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവസാനം നമ്മൾ വീഴ്ത്തിച്ചു. എപ്പോഴെങ്കിലും ഹലോ 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 കുക്കുന് പറ്റില്ല. അങ്ങനെ
പാല് കാച്ചലും കഴിഞ്ഞു. എല്ലാവരും ക്ലാസ്സിൽ ഇച്ചിരി വെച്ചുകൊണ്ട് പാല് കുടിക്കും. എനിക്ക് അതൊട്ടും പറ്റാത്തൊരു കാര്യമാണ്. എന്തിനാ, എനിക്ക് പാൽ ഇഷ്ടമല്ല, എനിക്ക് അതിൻ്റെ മണവും ഇഷ്ടമില്ലാത്തൊരു സംഭവം. ഞാനപ്പോൾ ഗ്ലാസ്സും പിടിച്ചുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കണം, ആരെങ്കിലും കുടിക്കാവോ എന്ന് വെച്ചുകൊണ്ട്. എന്നിട്ട് പിന്നെ കുക്കൂടി ചേച്ചി കുടിച്ചു. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഗസ് ചെയ്തത് ശരിയാണ്. ഇത് ബിഡറ്റാണ്, ജെറ്റ് സ്പ്രേ എന്നും പറയും. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ഗിഫ്റ്റ് ഇവർക്ക് വേണ്ടി. എന്തിന് ആംസ്റ്റർഡാമിൽ ആക്ച്വലി എവിടെ യൂറോപ്പിൽ എവിടെ പോയാലും എനിക്ക് തോന്നുന്നില്ല ബിഡറ്റ് അല്ലെങ്കിൽ ജെറ്റ് സ്പ്രേ ഒരു വീട്ടിലും വെക്കുമെന്ന്. ഇവിടെ എല്ലാ സംഭവങ്ങളും നടക്കുന്നത് ടിഷ്യൂ പേപ്പർ വെച്ചാണ്. എനിക്കത് ഏറ്റവും അൺഹൈജീനിക് ആയിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് ടിഷ്യൂ പേപ്പറും യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത്. സോ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലൊക്കെ നമ്മൾ ബിഡറ്റ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന മിക്ക ഇന്ത്യൻസിൻ്റെ വീട്ടിലും കാണുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അപ്പം നമ്മൾ ഓർത്ത് ഇവർക്കും ഒരു ഗിഫ്റ്റ് കൊടുത്തേക്കാം. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ കുക്കുവിന് കുറേ നാളുകളായിട്ട് അവൾ നേരത്തെ പറയുന്നു, ഞങ്ങൾക്ക് ഒരു വീട് വാങ്ങിക്കുവാണെങ്കിൽ എനിക്ക് സൗണ്ട് സിസ്റ്റം വാങ്ങിച്ചു തന്നാൽ മതി കേട്ടോ, നിങ്ങൾ വേറെ ഒന്നും അന്വേഷിക്കാൻ പോകണ്ടെന്ന് വെച്ചാൽ അവൾ പണ്ട് മുതലേ ഞങ്ങളോട് പറയുമായിരുന്നു. ഞങ്ങളത് ഓർത്തിരുന്നിട്ട് എന്നിട്ട് അത് അവൾക്ക് വേണ്ടിയല്ല, രണ്ടുപേർക്കും വേണ്ടി ഞങ്ങൾ ഒരു സിസ്റ്റം വാങ്ങിച്ചുകൊണ്ട് വന്ന് റാപ്പ് ചെയ്തു. ഇപ്പം ഈ കാണുന്ന എക്സ്പ്രഷൻ കുക്കുയുടെ മുഖത്ത്, അതെന്തിനാന്ന് വെച്ചാൽ ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ സന്തോഷം കൊണ്ട് ഒന്നുമല്ല. ഒരു ദിവസം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, കുക്കുയുടെ ബ്രദറും സിസ്റ്റർ ഇൻ ലോയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഈ സെയിം സൗണ്ട് സിസ്റ്റമാണ് ഇവർക്ക് ഗിഫ്റ്റ് ചെയ്തത്. ഞങ്ങൾ ഒരു ദിവസം ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അവർക്ക് 2 സോണിയുടെ സൗണ്ട് സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാ കുക്കു പറഞ്ഞു, ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു, ചേട്ടൻ സ്വന്തമായിട്ട് അസ്യൂം ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ. എന്നിട്ട് ഞങ്ങൾ ആക്ച്വലി കുക്കു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അത്. പക്ഷേ ഞങ്ങൾ ഓർത്തില്ലായിരുന്നു ചേട്ടൻ കൊണ്ടുവരുമെന്ന് വെച്ചുകൊണ്ട്. അപ്പോൾ അതൊരു വലിയ കോയിൻസിഡൻസ് ആയിരുന്നു. എന്തിനാ, ഞങ്ങൾ 2 പേരും വാങ്ങിച്ചുകൊണ്ട് സെയിം മോഡലുമാണ്, മോഡൽ പോലും വ്യത്യാസം വന്നിട്ടില്ല. സോ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ പിന്നെ ഞങ്ങൾ അവരോട് പറഞ്ഞു, നെക്സ്റ്റ് ഡേ നിങ്ങൾ ഇതിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം എന്തെങ്കിലും വാങ്ങിച്ചോളാനായിട്ട് വേണ്ടി. അങ്ങനെ പിന്നെ ആശാൻ പോയി PS5 വാങ്ങിച്ചു ആസ് യൂഷ്വൽ. അത് കഴിഞ്ഞായിരുന്നു നമ്മുടെ ഗെയിം മാരത്തോൺ. അപ്പം നമ്മുടെ റൂൾസ് അറിയാമല്ലോ, ഒരു വട്ടം ഇത് ചെയ്യാവുള്ളൂ. എന്നിട്ട് എങ്ങനെ വേണമെങ്കിലും നിൽക്കാം. അതായില്ലെങ്കിൽ ഉടനെ പുറയിലോട്ട് പോകണം, ഉടനെ അടുത്ത ആൾ നെക്സ്റ്റ് വന്നുകൊണ്ടിരിക്കണം. ഓക്കെ, എനിക്കൊന്ന് അന്നത്തെ ദിവസത്തെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ഇതൊക്കെ തന്നെയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇച്ചിരി ഗെയിംസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളല്ല, ഞാൻ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എടുക്കുന്നു. എപ്പോഴും നമ്മൾ കൂടുമ്പോഴത്തേക്കും നമ്മൾ കാർഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നത് നമ്മൾ എന്തെങ്കിലും ഇത്രയും പേരുണ്ടല്ലോ, അപ്പം നമ്മൾ ഇച്ചിരി ഫൺ ഗെയിംസ് ഒക്കെ വെക്കുമ്പോൾ രസമായി. അങ്ങനെ ഒരു ഗുമ്മിന് വേണ്ടി നമ്മൾ ടീമായിട്ടായിരുന്നു കളിച്ചത്. 2 ടീമാക്കി. എന്നിട്ട് 2 ടീമും ഭയങ്കര വാശിക്കായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. 3 ഗെയിം ഉണ്ടായിരുന്നു. ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കുറേ സത്യാവസ്ഥകൾ അറിയുന്നത്. ആ സമയത്ത് ഞാനായിരുന്നു മെയിൻ ജഡ്ജെങ്കിലും ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഇതിനകത്ത് കുറേ ചീറ്റിംഗ് നടക്കുന്നുണ്ട് പല ഗെയിമുകളിലായിട്ട്. അച്ഛനേതാ പറഞ്ഞേ? അച്ഛനേതാ? കൈ പൊറയില് കൈ പൊറയില്
ആയിട്ടില്ല. ഓൾറൈറ്റ്, സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗെയിം. ഇതിലും സെയിം ടീം, രണ്ട് ടീമുണ്ട്. ഇതിനകത്ത് സിമ്പിൾ ആയിരുന്നു. എന്തിനാ ഊതി നെക്സ്റ്റ് ടീമിൻ്റെ ആളുടെ തലയിലത്തെ കപ്പ് താരി വീഴ്ത്തണം. ഏത് ടീമിലെ ഒരാളാണ് ലാസ്റ്റ് വരെ കപ്പ് വീഴാതെ നിൽക്കുന്നത് ആ ടീമാണ് ജയിക്കുന്നത്. സിമ്പിൾ അല്ലേ? അപ്പം ഇതും നല്ല രസമായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഞാൻ കുറേ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഞാൻ കുറേ ഓരോരോ കള്ളത്തരങ്ങൾ ഇവരുടെ കണ്ടുപിടിച്ചു. ആ സമയത്ത് ആക്ച്വലി എല്ലാവരും കളിയുടെ ഗുമ്മിലായതുകൊണ്ട് ആരും ഒന്നുമേ നോട്ടീസ് ചെയ്തിട്ടില്ല ആരെന്ത് ചെയ്യുന്നെന്ന് വെച്ചുകൊണ്ട് ടീം ജയിക്കണമെന്നുള്ള ഒരു വാശിയിലായിരുന്നു. പക്ഷെ എന്തായാലും അതാണല്ലോ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അപ്പം നല്ല രസമായിരുന്നു. എല്ലാവരും കുറേ അടിച്ചു പൊളിച്ചു. അച്ഛനും നമ്മുടെ കൂട്ടത്തിൽ കൂടി, അതൊരു വലിയൊരു സംഭവമായിരുന്നു. അച്ഛനും ഫുൾ ഇങ്ങനെ ജോഷിലായിരുന്നു. നമ്മുടെ ടീം തന്നെ ജയിക്കണം എന്ന് വെച്ചുകൊണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടായിരുന്നു അച്ഛനും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. പിന്നെ കുക്കൂടെ അമ്മയും അച്ഛനും ഒക്കെ ഭയങ്കര നല്ല രസമായിരുന്നു. സോ വി ഹാഡ് എ ഫൺ. ലൈക്ക് ദിസ് വാസ് എനിക്കൊന്ന് ഏറ്റവും ബെസ്റ്റ് മൂമെൻ്റ് എന്ന് പറയാം അന്നത്തെ ദിവസത്തെ ഗെയിംസ്. പിന്നെ നമ്മൾ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ യൂഷ്വൽ നമ്മുടെ സീക്വൻസ് കാർഡ്സ് ഒക്കെ അതില്ലാതെ നമുക്ക് പറ്റത്തില്ല. അപ്പം അതൊക്കെ നമ്മൾ കളിച്ച് ഈവനിങ് നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്തു. 5, 6 അല്ലേ? ഓ യെസ്, അത് രസമായിരിക്കും. എഴുത്തും മറ്റേ ഒരു തോർത്തെടുത്ത് ഓ ബിരിയാണിയുടെ മണം ഇവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ ഒന്ന് കഴിക്കാൻ എല്ലാം പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഫുഡിൻ്റെ ഒരു ഇച്ചിരി പോലും ക്ലിപ്പ് എടുത്തില്ല. എന്തായാലും ഞങ്ങൾ പാല് കാച്ചൽ ഗെയിംസ് ഒക്കെ കഴിഞ്ഞപ്പോൾ വിശപ്പ് കാരണം എല്ലാവരും കൂടെ എടുത്ത് ഫുഡ് കഴിച്ചു. അപ്പം നമുക്കുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി ആയിരുന്നു, അടിപൊളി ചിക്കൻ ബിരിയാണി. പിന്നെ കുക്കൂടെ അച്ഛൻ ഉണ്ടാക്കിയ കപ്പ ബിരിയാണി, അതൊരു രക്ഷയില്ലായിരുന്നു. ഞാൻ കഴിച്ചില്ലായിരുന്നു, പക്ഷെ ഞാൻ കേട്ടു അടിപൊളി റിവ്യൂ ആയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്തായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ നമ്മുടെ പരിപ്പ് പായസം ഉണ്ടായിരുന്നു, സാലഡ്സ് ഉണ്ടായിരുന്നു, കട്ട്ലെറ്റ് ഉണ്ടായിരുന്നു, ഗ്രാൻഡ് ആയിരുന്നു. കുറേ ഇഷ്ടപ്പെട്ടു അന്നത്തെ ഫുഡ് എനിക്ക്. അടി കപ്പിയാലേ കൂട്ടുമണി. അങ്ങനെ ഡിന്നർ കഴിഞ്ഞ് ഡംസ് റേറ്റ്സ് കളിച്ച് ഇങ്ങനെ സംസാരിച്ച് കത്തിയടിച്ച് 2 മണി വരെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കയറി കിടന്നുറങ്ങി. എന്തിന് കുക്കു അച്ഛനമ്മ എല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു. രാവിലെ തൊട്ടുള്ള പണിയില്ലായിരുന്നോ. എന്നിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ ആയപ്പോഴത്തേക്കും ദാണ്ട അവിടെ കണ്ട PS5 ഇരിക്കുന്നത്. ഇവർ രാവിലെ പോയി PJ ആയിട്ട്, ആക്ച്വലി PJയ്ക്കും കുക്കുയ്ക്കും 2 പേർക്കും ചേർത്തൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്. പക്ഷേ കുക്കു എന്തായാലും PJയ്ക്ക് വേണ്ടി PS5 വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അവൻ കുക്കു പറഞ്ഞു സാരില്ല നിങ്ങൾ വാങ്ങിച്ചോ എന്ന് വെച്ചുകൊണ്ട് കുഴപ്പമില്ല എന്ന് വെച്ചുകൊണ്ട് അങ്ങനെ കുക്കുയുടെ പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ PS5 വാങ്ങിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇത് നെക്സ്റ്റ് ഡേയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്ന ഫുഡ് ഞങ്ങൾ ലാസ്റ്റ് വീക്ക് കുറേ കഴിച്ചു. അതിൻ്റെ ക്ഷീണം ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് അങ്കിൾ പറഞ്ഞു നമുക്കെന്നാൽ ഒരു 2-3 റൗണ്ടും കൂടെ ഒന്ന് ചീട്ട് കളിച്ചിട്ട് പോകാമെന്ന് വെച്ചോണ്ട്. പ്ലസ് ഞാൻ ഇത് പറയാൻ മറന്നുപോയി, നമ്മൾ ഇതുവരെയായിട്ട് ഒന്നും ഇൻറ്റീരിയർ വൈസ് ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ഇവരുടെ പഴയ ഫേർണിച്ചേഴ്സാണ്. നമ്മൾ പയ്യെ ചെയ്യത്തുള്ളൂ. എന്തായാലും ഇവർക്ക് പ്രതീക്ഷിക്കാതെ പെട്ടെന്നാണ് വീട് എല്ലാം സെറ്റായത്. അപ്പം നമുക്ക് എല്ലാം കൂടെ പ്ലാൻ ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മളിതാണ് ഡിസൈഡ് ചെയ്തത്, പയ്യെ ഇനിയും വരുന്ന മാസങ്ങളിൽ ഓരോന്നായിട്ട് പയ്യെ ചെയ്യാമെന്ന് വെച്ചുകൊണ്ട് എന്തായാലും സമയമുണ്ടല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ചിന്തിച്ച് നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ നോക്കിയൊക്കെ വാങ്ങിച്ചിടാം. സോ അത്രേ ഉള്ളൂ. അതായിരുന്നു ഞങ്ങൾ 2 ദിവസം സൺഡേ ആൻഡ് മൺഡേ അവിടെയായിരുന്നു അടിച്ചു പൊളിച്ചത്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇപ്പം പിന്നെയും ഞങ്ങളുടെ ഡെയിലി റൂട്ടീനിലോട്ട് പോകുന്നു. അപ്പം ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ കുട്ടി വ്ളോഗ്. ഇനിയും കുറേ ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ വരുന്നതിന് വരെ ബൈ.